റിമൂവ് ചെയ്യാൻ പോകുന്നു കേട്ടോ. കണ്ടോ മക്കളെ, റിസൾട്ട് നോക്കിക്കേ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ചലഞ്ചായിട്ടോ വന്നിരിക്കുന്ന 1 ഡേ ചലഞ്ചാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന് നല്ല ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി റെമഡി ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും അടിപൊളി റെമഡിയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമെങ്കിൽ ഇതിന് മുമ്പായിട്ട് പെട്ടെന്നൊക്കെ ചെയ്ത് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു ചലഞ്ച്. ചില നമ്മൾ ചില ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ 2 ദിവസത്തിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും. പിന്നെ നമ്മളെ സ്കിന്നിലെ ഈവൻ ടോൺ മാറാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിന് നമ്മുടെ സ്കിന്ന് എന്താ പറയുക, നല്ല നമ്മൾ ഈവൻ ടോണൊക്കെ മാറി നമ്മളെ സ്കിന്ന് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഷംസ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇട്ടാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നമ്മളെ ഫേസ് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് കടലമാവ് കേട്ടോ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണിൽ തന്നെ കടലമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ ഒരു നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാലാട്ടോ. പശുവിൻ്റെ പാല് നമുക്ക് കുറച്ച് പച്ചപ്പാലാട്ടോ ഒഴിക്കണം. മിക്സിങ്ങിന് ആവശ്യമായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണ്ട. ഇത് ഓപ്ഷണലാണ്, ചിലവർക്ക് ഇത് സ്യൂട്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു നോർമൽ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, സ്യൂട്ടാവും. അതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആട്ടോ. നല്ല സുഖമുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ നമ്മൾ കടലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കടലപ്പൊടി എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് വൈറ്റനിങ് ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മളിതിൽ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു. മൈദ എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളെ പോൾസ് ക്ലോസ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ സ്കിൻ വൈറ്റനിങ് പർപ്പസിനും മൈദ സ്യൂട്ടബിൾ ആണ്. പിന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റാണ്. പിന്നെ നമ്മളെ സ്കിൻ ടോണിനെ ലൈറ്റർ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളിതിൽ പച്ചപ്പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ സ്കിൻ മോയ്സ്ചറായിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ സ്കിന്നിന് അത്രയ്ക്ക് നല്ല ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നാരങ്ങ നീര് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് സ്യൂട്ടബിൾ ആവണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാകും. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു മസാജ് തന്നെ. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഈ ഒരു ഫേസ് പാക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഫേസ് പാക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലൂടെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ടൊമാറ്റോ പാക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ടർമറിക്കിൻ്റെ ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുക. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നേരത്തെ എടുത്ത പോലെ തന്നെ കടലമാവ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അതൊരു ടേബിൾ സ്പൂണിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി കേട്ടോ. അതൊരു ഇത്ര അളവിലാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണിൽ ഇത്ര അളവിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ടർമറിക് ഫേസ് പാക്കാണല്ലോ ചെയ്യുന്നത്, വൈറ്റനിങ് പർപ്പസിനുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ അടുക്കളയിലുള്ളതും ഉപയോഗിക്കാം.
എന്നാലും അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ. നമ്മൾ മിക്സിങ്ങിന് ആവശ്യമായിട്ടുള്ള കട്ട തൈരാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിങ്ങിന് ആവശ്യത്തിനുള്ള, അപ്പോൾ അളവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഐസ്ക്രീം പോലെ ഇരിപ്പുണ്ട്. നല്ല കൺസിസ്റ്റൻസി കേട്ടോ, ക്രീമിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ നമുക്ക് പേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള തൈര് എന്ന് വെച്ചാൽ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാനും ഹൈഡ്രേറ്റ് ആയിട്ട് മോയ്സ്ചറായിട്ട് വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും, ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാരും ഈ നമ്മുടെ പേക്ക് ഇടുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫുൾ ഫേസ് ഫുൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പേക്കും വൈപ്പ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. നമുക്ക് ലൈവായിട്ടാണ് ഡിഫറൻസ് കാണാൻ പറ്റും. ഓരോ പാക്ക് ഇടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ആരും ഈ ഒരു പാക്കൊന്നും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാക്ക് കൂടെ ഉണ്ട്. ഈ ഒരു 3 പാക്ക് നമുക്ക് വൈറ്റനിങ് പർപ്പസിന് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാക്കും എല്ലാവരും ഇട്ട് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാക്കാട്ടോ ഈ ഒരു അപ്ലൈ ചെയ്ത് വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇത്രയ്ക്കും നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനുമായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ അപ്പോൾ അടുത്ത ഫേസ് പാക്ക് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ റിസൾട്ട്. ശരിക്കും ഗ്ലോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊക്കെ അടുത്ത ഫേസ് പാക്ക് ഇടാം. അപ്പോൾ നമ്മുടെ അടുത്ത ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ. അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബൗളിൽ കടലമാവ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ കോഫി പൗഡർ ആട്ടോ വേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ. അപ്പോൾ ഇനി വേണ്ട നമുക്ക് മിക്സിങ്ങിന് ആവശ്യമായ തൈരാണ്. അപ്പം നമുക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രത്തോളം മിക്സിങ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തൈര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് കൺസിസ്റ്റൻസി ശരിയാണെങ്കിൽ യൂസ് ആക്കാം. അപ്പോൾ നമ്മളെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കോഫിയാണ്. ബട്ട് നമ്മൾ മുമ്പത്തെ ആ ഒരു പാക്കിലൊക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫി നമ്മൾ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാനും ലൈറ്റൻ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമുക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ ഒരു കോഫി എന്ന് വെച്ചാൽ. നമ്മുടെ കോഫി പൗഡർ അത്രയ്ക്ക് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു 10 to 15 മിനിറ്റ് വരെ ഡ്രൈ ആക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തൈരെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മളെ കിച്ചണിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വെളിയിൽ പോയി ഒന്നും വാങ്ങേണ്ടതില്ല. നമുക്ക് സ്വന്തമായിട്ട് പാർലറിലൊന്നും പോവാതെ തന്നെ നമ്മുടെ സ്കിന്ന് അത്രയ്ക്ക് ഇതായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരും സംസാരിക്കാൻ പാടില്ല, മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ കോഫി പൗഡർ കൂടെ ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും വന്നാലോ എന്ന് എഴുതിയിട്ട് ഞാൻ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒട്ടും പാക്ക് ഞാൻ കളഞ്ഞിട്ടില്ല, മൊത്തത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. അതിന് ശേഷം മാത്രം നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാം. കാരണം നല്ല കട്ടിയായിട്ടുണ്ടാകും പേക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആവാൻ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ മക്കളെ, റിസൾട്ട് നോക്കിക്കേ. ഒരു പാക്കിൻ്റെ വൈറ്റനിങ് ഒക്കെ ആയിട്ടുണ്ടെന്ന് നോക്കൂ.
എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. കാരണം സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച റിസൾട്ട് തന്നെ ഒരു യൂസിൽ തന്നെ അടിപൊളി റിസൾട്ടാണ്. നമ്മൾ ഒരുപാട് സമയം യൂസാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. കാരണം നമുക്ക് മടിച്ചികളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. ഈ ഒരു 3 പാക്കും സ്കിപ്പ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും റിസൾട്ട് തന്നെ കിട്ടും. 100% ഞാൻ ഉറപ്പ് വരാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, സൂപ്പറാണ്. അപ്പോൾ ഞാൻ മുഴുവനും വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നല്ല രീതിയിൽ വൈപ്പ് ചെയ്തൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴുത്തിൽ കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നല്ല വ്യത്യാസമുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മുഖമൊക്കെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ആയാലും ചില ആൾക്കാർക്ക് ചില സാധനങ്ങളൊക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മാറ്റിക്കളയാലോ, എങ്കിൽ ഫേസ് അല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണിന് നല്ല ചേഞ്ച് ആവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇനി മേക്കപ്പൊക്കെ ചെയ്ത് പോയാൽ മതിയല്ലോ, സൂപ്പറായിട്ടിരിക്കില്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ ബൈ.